നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊലപാതക വാർത്ത, അതുപോലെ തന്നെ ആത്മഹത്യാ വാർത്ത ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ ദിവസവും പോകുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കുടുംബങ്ങളിൽ. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നും നടക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. കൊല്ലം എരൂരിൽ ഭാര്യയും ഭർത്താവിനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരൂർ ചാഴിക്കുളം നിരപ്പിൽ സ്വദേശി റെജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് റെജിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രശോഭയുടെ മൃതദേഹം കിടന്നിരുന്നത് നിലത്ത് ചുമരിനോട് ചേർന്ന് തലയിൽ നിന്നും ചോര വാർന്ന നിലയിലായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. കുടുംബ പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തെ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവൻ ഒടുക്കിയതാണെന്നാണ് പ്രാഥമികമായ നിഗമനം. വെട്ടേറ്റ നിലയിലാണ് പ്രശോഭയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും തമ്മിൽ സ്ഥിരം തർക്കമുണ്ടായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഏരൂർ പോലീസ് സ്ഥലത്തെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മരിച്ച രണ്ടുപേരും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായിരുന്നു. മദ്യപിച്ച് റെജി വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് അയൽവാസികൾ പറയുന്നു. ഇന്നലെ ഉച്ചവരെ മാതാപിതാക്കളെ ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് മകൾ വീട്ടിലേക്ക് എത്തി പരിശോധന നടത്തി. അയൽക്കാർക്കൊപ്പം വീടിന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് മാതാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച നിലയിലും റെജിയെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തിയാൽ മാത്രമാണ് മരണകാരണം എന്താണ് എന്ന് വ്യക്തമാവുകയുള്ളൂ. പ്രദേശവാസികളെ കൂട്ടി കതക് തുറന്നു നോക്കിയപ്പോൾ പ്രശോഭയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. എന്നാൽ നടക്കുന്ന ഒരു വാർത്തയാണ് കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ കൂടുതൽ ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള ഈ വാർത്തകൾ, അതായത് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ്, ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യ മരിക്കുന്ന സാഹചര്യം, ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ, കൊലപാതകങ്ങൾ ഒക്കെ ഓരോ ദിവസം പോകുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു വാർത്തയാണ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്നാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ഒരു തുണി പുറത്തേക്കിട്ടു. പിന്നീട് സെല്ല് മുറിച്ചു മാറ്റിയ ഗ്യാപ്പിലൂടെ നിരങ്ങി ഇയാൾ സെല്ലിന് പുറത്തേക്ക് ഇറങ്ങി. സെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം 3 തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുത്തു. 1:20 കഴിയുന്നതോടെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് 10ാം ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്നു. ശേഷം വലിയ മതിലായ പുറം മതിൽ ചാടിക്കടന്നു. മതിൽ ചാടിക്കടക്കുമ്പോഴേക്കും 4:30 മണി കഴിഞ്ഞു. കഴിഞ്ഞ 1.5 മാസമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ജയിൽ ചാട്ടത്തിന്റെ ഭയാനകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ജയിൽ ചാടാൻ ആരുടെയും സഹായം കിട്ടിയിട്ടില്ല എന്ന് ഗോവിന്ദച്ചാമി പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. തളാപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നായിരുന്നു ഗോവിന്ദച്ചാമി അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാൾ ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടം പോലീസ് വളഞ്ഞു. പിന്നീട് നാട്ടുകാർ തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് പിടിച്ചില്ല. പക്ഷെ അപ്പോഴേക്ക് സ്ഥലത്ത് ആൾക്കാർ എത്തി. ഇതിനിടെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദച്ചാമിയെ അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി ഒളിച്ചു. എന്നാൽ പോലീസ് ഇയാളെ പിടികൂടി. 3 മണിക്കൂർ നീണ്ട തിരച്ചിലാണ് ഗോവിന്ദച്ചാമിയെ കുറിച്ച് വിവരം കിട്ടിയത്. കണ്ണൂർ നഗരത്തിന് പുറത്തേക്ക് കോഴിക്കോടും കാസർഗോഡും അടക്കം സംസ്ഥാനത്തെ പല ഭാഗത്തും ഗോവിന്ദച്ചാമിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് തളാപ്പിലെ വീട്ടിൽ നിന്നും ഇയാൾ പിടിയിലായത്. ഇതോടെ കണ്ണൂർ ജയിലിലുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയിലേക്ക് ചോദ്യങ്ങൾ ഉയരുകയും പിന്നീട് അത് വിമർശനമായി മാറുകയും ചെയ്ത സാഹചര്യം ഒക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ പ്രതിയെ വേഗത്തിൽ പിടികൂടാനായത് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വലിയ രീതിയിലുള്ള ഒരു നേട്ടമായി മാറിയിരിക്കുകയാണ്. അതിനിടെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസർ ഒരു നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ വ്യക്തിക്ക് ഇപ്പോൾ സസ്പെൻഷൻ. കൊട്ടാരക്കര സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിനെയാണ് ജയിൽ DIG സസ്പെൻഡ് ചെയ്തത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പങ്കുവച്ചു എന്ന കുറ്റത്തിനാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വകുപ്പിന് മാനക്കേടുണ്ടാക്കിയെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്തുമെന്നുമാണ് ജയിൽ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്നാണ് അബ്ദുൾ സത്താറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അബ്ദുൾ സത്താർ നേരത്തെ കണ്ണൂർ ജയിലിൽ ജോലി നോക്കുന്നതിനിടെയുണ്ടായ അനുഭവങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു. അതേസമയം നിർണായകമായ പല വെളിപ്പെടുത്തലുകളുമാണ് അദ്ദേഹം നടത്തിയത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നതായിട്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വെളിപ്പെടുത്തിയത്. ജയിൽ ചാടുമെന്ന് ഗോവിന്ദച്ചാമി തന്നോട് പലതവണ ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരുന്നു. ഏറ്റവും സുരക്ഷിതമായ 10ാം ബ്ലോക്കിൽ നിന്നും ചാടുമെന്ന് പറഞ്ഞപ്പോൾ തമാശയായിട്ട് കരുതി. ജയിൽ ചാടി വന്നാൽ തന്റെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഗോവിന്ദച്ചാമി ഭീഷണിപ്പെടുത്തി.
മാത്രമല്ല ഇത്തരത്തിലൊരു ഭീഷണിയും ഒരു വീരവാദ മുഴക്കലുമൊക്കെ ഗോവിന്ദചാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഗോവിന്ദചാമി ജയിൽ ചാടിയതോടെ ഭയം കൊണ്ട് അവധിയെടുത്ത് വീട്ടിലേക്ക് പോയി എന്നും അബ്ദുൾ സത്താർ പ്രതികരിക്കുകയുണ്ടായി. നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലായിരുന്നു അബ്ദുൾ സത്താർ ജോലി ചെയ്യുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തെ ജയിലാണ് ഗോവിന്ദചാമിയെ താമസിപ്പിക്കുന്നത്. അവിടെ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടലിന് പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ടൈറ്റാനിക് മുങ്ങില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രതീക്ഷയായിരുന്നു അത്. ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ അവൻ ഇവിടെ വരെ എത്താനുള്ള സമയം പോലും കണക്കുകൂട്ടിയിരുന്നു. ജയിൽ നിയമം അനുസരിക്കുന്ന കാര്യങ്ങളിലൊന്നും താല്പര്യമുള്ള ആളായിരുന്നില്ല ഗോവിന്ദചാമി. സൈക്കോയാണ്. പലപ്പോഴും നിർബന്ധിതമായി ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അവൻ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ജയിൽ ചാടി തൻ്റെ അടുത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ തന്നെ കെട്ടിയിട്ട് വീട്ടിൽ എല്ലാവരെയും ബലാത്കാരം ചെയ്യും, കൊച്ചുകുട്ടികളെ പോലും വെറുതെ വിടില്ല എന്നായിരുന്നു അബ്ദുൾ സത്താർ എന്ന വ്യക്തിയോട് ഗോവിന്ദചാമി ഭീഷണി മുഴക്കിയത്. എന്തായാലും അദ്ദേഹം വളരെ ഭയത്തോടെയായിരുന്നു ഗോവിന്ദചാമി ഈ ജയിൽ ചാടി എന്നറിഞ്ഞപ്പോൾ. അപ്പോൾ ആ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതും ഇത്തരത്തിൽ ഭയപ്പെട്ടു. ഇതെല്ലാം സേനയ്ക്ക്, വകുപ്പിന് വലിയ രീതിയിലുള്ള മാനക്കേടുണ്ടാക്കി എന്ന ആരോപണത്തെ ചൊല്ലി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഗോവിന്ദചാമി എന്നും അദ്ദേഹം പ്രതികരിച്ചു. കോയമ്പത്തൂരിലെ 1-2 ശ്മശാനത്തിൽ സ്വർണം ഉൾപ്പെടെയുള്ള മോഷണ സാധനങ്ങൾ ഇയാൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക വിങ്ങുമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അവരാണ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അബ്ദുൾ സത്താർ വെളിപ്പെടുത്തി. ഇതൊക്കെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലായി മാറിയിരുന്നു. തടവുകാരിൽ നിന്നാണ് ഇത്തരം കഥകൾ അറിഞ്ഞതെന്നും അബ്ദുൾ സത്താർ കൂട്ടിച്ചേർത്തു. പക്കാ ക്രിമിനലാണ് ഗോവിന്ദചാമി. ഗോവിന്ദചാമിയെ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിൽ സന്തോഷിച്ചേനെ. ആരാച്ചാർ ഇല്ല എങ്കിൽ താൻ തയ്യാറായേനെ. അതായത് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി ഉൾപ്പെടെ നമ്മുടെ സഹോദരിയാണ് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു അബ്ദുൾ സത്താർ നടത്തിയത്. എന്തായാലും ഇത്തരത്തിൽ ഭീകരനായൊരു പ്രതി തന്നെയാണ് ഗോവിന്ദചാമി. ജയിലിനകത്ത് പോലും ഒരു കുറ്റം ചെയ്ത് ജയിലിനകത്താവുന്നു. ആ ജയിലിനകത്ത് പോലും ഭീഷണിയും തൻ്റെ ഇടവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ വരെ ഗോവിന്ദചാമി വളർന്നു. അല്ലെങ്കിൽ ആ ഒരു ഇത്രയും ക്രൂരനായ പ്രതി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഗോവിന്ദചാമിയെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.